സ്റ്റാർട്ട് ചെയ്യാലോ. നോക്കണേ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് അത് തന്നെയാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. എന്താണ്? ഒരു ഭരണഘടനാ സ്ഥാപനമാണ് അല്ലേ? ഒരു സ്ഥാപനം എടുത്താൽ അത് ഭരണഘടനാ സ്ഥാപനമാണോ എന്ന് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? അതിന് എന്തുണ്ടാകും? ഒരു അനുച്ഛേദം ഇന്ത്യൻ ഭരണഘടനയിൽ അത് പരാമർശിച്ചിരിക്കും. അതിനൊരു അനുച്ഛേദം ഉണ്ടായിരിക്കും. മനസ്സിലായോ? അങ്ങനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപം കൊണ്ടത് ഏത് ആർട്ടിക്കിൾ അനുസരിച്ചാണ് എന്നുള്ളത് വളരെ കൃത്യമായി നമ്മൾ പഠിക്കണം. അനുച്ഛേദം 324. ക്ലിയർ ആയോ ഇവിടെ? അപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകരിക്കാൻ കാരണം അല്ലെങ്കിൽ രൂപീകരിച്ചിരിക്കുന്നത് ഏത് ആർട്ടിക്കിൾ അനുസരിച്ചാണ്, ഏത് ആർട്ടിക്കിളിനെ ബേസ് ചെയ്താണ് എന്ന് ചോദിച്ചാൽ അനുച്ഛേദം 324. ഓരോന്നും കൃത്യമായി നമ്മൾ പഠിക്കണം. അനുച്ഛേദം 324 അനുസരിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വരുന്നു. ഓക്കെ, നോക്ക്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഉണ്ടായിരിക്കും. മനസ്സിലായോ? ഇന്ത്യയിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഉണ്ട്, സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഉണ്ട്. അതിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏതെല്ലാം തെരഞ്ഞെടുപ്പുകളാണ് നടത്തുന്നത് എന്നുള്ളത് ക്ലിയർ ആയിട്ട് നമ്മൾ പഠിക്കണം. ഒന്ന്, പാർലമെന്റ് തെരഞ്ഞെടുപ്പ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരാണ്? കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അല്ലെ? പാർലമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ആരൊക്കെ വരുമ്പോഴേ? പ്രസിഡന്റ് വരും, ലോക്സഭ വരും, രാജ്യസഭ വരും അല്ലെ? പാർലമെന്റ് എന്ന് പറഞ്ഞാൽ പ്രസിഡന്റ് വരും, ലോക്സഭ വരും, രാജ്യസഭ വരും. അത് വെച്ച് നമ്മൾ ക്ലിയർ ആയി പഠിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ്, ലോക്സഭാ ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുന്നത് നമ്മുടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അതുപോലെ തന്നെ പഠിക്കണം, രാജ്യസഭാ ഇലക്ഷൻ നടത്തുന്നു ആരാണ്? നമ്മുടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അതുപോലെ പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പ്, രാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് നടത്തുന്നത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. മനസ്സിലായോ? രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ആരാണ്? നമ്മുടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിളുകൾ ഏതൊക്കെയാണ്? ആർട്ടിക്കിളുകൾ പറയണേ നിങ്ങളൊന്ന്. ഏതൊക്കെയാണ് രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിളുകൾ ഏതൊക്കെയാണ്? ഒന്ന് കമന്റ് ചെയ്തേ. ആർക്കെങ്കിലും ഒരെങ്കിലും പറയണേ, രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ അറിയാവുന്നവർ. എവിടുന്നാണ് നമ്മള് കടമെടുത്തത്? ഈ തെരഞ്ഞെടുപ്പ് രീതിയിൽ എവിടുന്നാ കടമെടുത്തത്? ആരൊരാൾ പറഞ്ഞേ. ആർട്ടിക്കിൾ 54 55 രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നീട് പഠിക്കാം. ഇനി ഈ രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പ് എന്ന ആശയം അല്ലെങ്കിൽ ആ ആശയം നമ്മൾ ഇവിടെ ഏത് രാജ്യത്താണ് കടമെടുത്തത്? അയർലൻഡിൽ നിന്നാണ്. അയർലൻഡ്. അപ്പൊ അവിടെ പോയിന്റുകൾ അത് ക്ലിയർ ആക്കി എടുത്തേ. അതായത് എന്തൊക്കെയാണ് അവൾ പറഞ്ഞത്? രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ആരാണ്? കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അനുച്ഛേദങ്ങളാണ് 54 55. ആശയം നമ്മൾ കടമെടുത്തത് അയർലൻഡിൽ നിന്ന്. അടുത്ത പഠിക്കണേ, ഉപരാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ആരാണ്? നമ്മൾ പറഞ്ഞു ഉപരാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനാണ്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അടുത്തത് വളരെ ക്ലിയർ ആയി പഠിക്കണം. നോക്ക്, നമുക്ക് കൺഫ്യൂസിങ് ആവാൻ സാധ്യതയുള്ളതാണ്. പുതുതായി പഠിക്കുന്നവർക്ക് കൺഫ്യൂസിങ് ആവാൻ സാധ്യതയുള്ളതാണ്. ഇത് ഉറപ്പിച്ചങ്ങ് പഠിച്ചേടെ. നോക്കണേ, സംസ്ഥാന നിയമനിർമ്മാണ സഭ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ആരാന്ന് ചോദിച്ചാൽ അതും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഓക്കെ ആണോ? അപ്പൊ സംസ്ഥാന നിയമനിർമ്മാണ സഭയുടെ തെരഞ്ഞെടുപ്പ് നടത്തുന്നു കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനാണ്. അപ്പൊ എന്തൊക്കെയാണ് ഒന്ന് ഓർത്ത് നോക്കുക. ഒന്ന് പാർലമെന്റ്, ലോക്സഭ, രാജ്യസഭ, പ്രസിഡന്റ്, ഉപരാഷ്ട്രപതി, അതുപോലെ തന്നെ സംസ്ഥാന നിയമനിർമ്മാണ സഭ എന്ന് പറഞ്ഞാൽ നിയമസഭയും നിയമനിർമ്മാണ കൗൺസിലും ഇതിനകത്ത് വരും. ഇല്ലേ? ചില സംസ്ഥാനങ്ങൾക്ക് ദ്വിമണ്ഡല സഭയുണ്ടല്ലോ. ആ ദ്വിമണ്ഡല സഭയുള്ള സംസ്ഥാനങ്ങളിൽ
രണ്ട് മണ്ഡലങ്ങളുടെയും തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ആരാണ്? നമ്മുടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇത്രയും കാര്യം ഓർത്ത് നോക്കണേ. ഇവിടെ ഏത് ആർട്ടിക്കിൾ അനുസരിച്ചാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത്? ആർട്ടിക്കിൾ 324. ആർട്ടിക്കിൾ 324. ഇനി നമ്മൾ പറഞ്ഞു കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനുമുണ്ട്, സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനുമുണ്ട്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏതെല്ലാം തെരഞ്ഞെടുപ്പുകൾ നടത്തും എന്ന് ചോദിച്ചാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ്, രാജ്യസഭാ തെരഞ്ഞെടുപ്പ്, രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പ്, ഉപരാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പ്, അതുപോലെ തന്നെ സംസ്ഥാന നിയമസഭ എന്നിവിടങ്ങളിലെ തെരഞ്ഞെടുപ്പ് നടത്തുന്ന ആരാണ്? നമ്മുടെ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ. ഇടയിൽ നോക്കണേ. അപ്പൊ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവരെവിടുത്തെയാണ്? അവര് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് ആര് നടത്തുന്നത്? സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്നത്. മനസ്സിലായോ? അവിടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വരില്ല. ആര് വരുള്ള? സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വരത്തുള്ളൂ. അപ്പൊ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നാരെന്ന് ചോദിച്ചാൽ ആരാണ്? സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഓക്കെ ആണോ? അടുത്ത പോയിന്റ് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. ആർട്ടിക്കിൾ 326 തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പറ്റി പ്രതിപാദിക്കുന്നതിനാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റും? ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. അപ്പൊ എന്തിനേയും ഒരു ഭരണഘടനാ സ്ഥാപനം എന്ന് പറയണമെങ്കിൽ ഭരണഘടനയിൽ അതുമായി ബന്ധപ്പെട്ട് എന്തുണ്ടാവണം? ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരിക്കണം. അങ്ങനെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ആണ് ഇത്? ആർട്ടിക്കിൾ 324. ഇത്രയും മനസ്സിലായോടെ? ഇത്രയും മനസ്സിലായോ? പറഞ്ഞേടേ, ഇത്രയും മനസ്സിലായോടെ? അടുത്തലേക്ക് പോവാം നമുക്ക്. ഇവിടെ നോക്ക്, നമ്മൾ പറഞ്ഞു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകരിക്കാൻ കാരണമായ അനുച്ഛേദം 324. ഇനി നമ്മൾ ഭരണഘടനയിലെ അനുച്ഛേദം 324 മുതൽ 329 വരെ എടുത്താൽ നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പറ്റി പരാമർശിക്കുന്ന ആർട്ടിക്കിളുകളാണ്. അപ്പൊ എങ്ങനെയാണ് ചോദ്യം വരുന്നത്? തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പറ്റി പ്രതിപാദിക്കുന്ന അനുച്ഛേദങ്ങൾ 324 മുതൽ 329 വരെ ഒന്ന് പറഞ്ഞു നോക്ക്. അനുച്ഛേദം 324 മുതൽ 329 വരെ എന്തിനെ പറ്റി പറയുന്നു? തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പറ്റി പറയുന്നു. അടുത്ത പോയിന്റ് ക്ലിയർ ആയി പഠിക്കണം. ഇടേ ഈ പറഞ്ഞ ആർട്ടിക്കിൾ 324 മുതൽ 329 വരെയുള്ള അനുച്ഛേദങ്ങൾ ഉൾപ്പെടുന്ന ഭരണഘടനയിലെ ഭാഗമേത്? 15. ഏതാണ്? 15. ഇടേ ഒന്ന് പറയണേ, എത്ര ഭാഗം ഉണ്ടേ നമ്മുടെ ഭരണഘടനയ്ക്ക്? ഭരണഘടനയ്ക്ക് നിലവിൽ എത്ര ഭാഗങ്ങളുണ്ട്? 75. നിലവിൽ എത്ര ഭാഗമുണ്ട്? 25. ഭരണഘടന നിലവിൽ വന്ന സമയത്ത് 22 ഭാഗം ഉണ്ടായിരുന്നുള്ളൂ. ഭരണഘടന നിലവിൽ വന്ന സമയത്ത് എത്ര ഭാഗം ഉണ്ടായിരുന്നു ഓർത്തോണം? 22 ഭാഗം. ഓക്കെ. ഇവിടെ പിന്നീട് 4 ഭാഗങ്ങൾ കൂട്ടിച്ചേർത്തായിരുന്നു. 4 ഭാഗങ്ങൾ കൂട്ടിച്ചേർത്ത് ഒന്ന് നോക്കണേ. 22 ഭാഗം നിലവിൽ വന്ന സമയത്ത് 4 ഭാഗം കൂട്ടിച്ചേർത്ത് അപ്പൊ എത്രയായി? 26 ആയി. പക്ഷെ നിലവിൽ എത്രയുള്ളൂ? നമുക്ക് 25 അല്ലേ ഉള്ളൂ. അപ്പൊ നോക്കണേ, ഒരു ഭാഗം എടുത്തു കളഞ്ഞു, മാറ്റി, ഒരു ഭാഗം മാറ്റി. ഓക്കെ, ഒന്നുകൂടെ. നിലവിൽ വന്ന സമയത്ത് എത്ര ഭാഗം? 22. ഓക്കെ. എത്ര ഭാഗം കൂട്ടിച്ചേർത്ത്? 4 ഭാഗം കൂട്ടിച്ചേർത്ത്. ഓക്കെ. അപ്പൊ എത്ര ഭാഗമായുടെ? 26 ഭാഗമായി. 26 ഭാഗമായി. പക്ഷെ ഒന്ന് ഒഴിവാക്കി. ഒഴിവാക്കിയ ഭാഗം പഠിച്ചോണേ. ഒഴിവാക്കിയ ഭാഗം 7-ാം ഭാഗം. ഒഴിവാക്കിയ ഭാഗം ഏതാ? 7. ഇവിടെ നമുക്കൊരു എളുപ്പവഴിയുണ്ട്. ഇവിടെ ഇത്തരത്തിൽ ഭരണഘടനയിൽ ഒരു മാറ്റം വരുത്തണമെങ്കിൽ അവിടെ ഭേദഗതി വേണ്ടേ? നോക്ക്, 7-ാം ഭാഗം എടുത്തു കളഞ്ഞത് 7-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ. എളുപ്പം പഠിച്ചൂടെ? 7-ാം ഭാഗം എടുത്തു കളഞ്ഞത് 7-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ 1956. അങ്ങനെ നിലവിൽ എത്ര ഭാഗങ്ങളുണ്ട്? 25 ഭാഗങ്ങൾ. അതിൽ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന ഭാഗം 15. ഭാഗം 15 ആർട്ടിക്കിൾ 324 മുതൽ 329 വരെ എന്തിനെ പറ്റി പരാമർശിക്കുന്നു? തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പറ്റി പരാമർശിക്കുന്നു. സെറ്റ്. അടുത്ത ഡേറ്റ് ക്ലിയർ ആയി നിങ്ങൾ അങ്ങ് പഠിക്കണേ. ക്ലാസ്സിൽ തന്നെ പഠിച്ചോണം. ഈ ഡേറ്റ് മനസ്സിലായി. ചിലപ്പം പ്രിലിംസിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഡേറ്റ് ആണ്. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നാ നിലവിലുണ്ട്? കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? 1950 ജനുവരി മാസം 25. 1950 ജനുവരി മാസം 25. ആ ഡേറ്റ് അങ്ങ് പഠിച്ചേ.
1980 ജനുവരി മാസം 25-ാം തീയതി എന്ത് നിലവിൽ വന്നു? കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നു. ഇനി നോക്ക്, നമ്മുടെ ഇന്ത്യ റിപ്പബ്ലിക് ആവുന്നതിന് തൊട്ടു മുന്നുള്ള ദിവസം, അല്ലെങ്കിലോ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അവസാന സമ്മേളനം നടന്ന് തൊട്ടടുത്ത ദിവസം എന്ത് നിലവിൽ വരികയാണ്? നമ്മുടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വരികയാണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ അവസാന സമ്മേളനം നടന്നത്? 1980 ജനുവരി മാസം 24-ാം തീയതി അല്ലെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അവസാന സമ്മേളനം. അപ്പൊ ഇന്ത്യ റിപ്പബ്ലിക് ആയെന്ന നിങ്ങൾക്കറിയാം. 1980 ജനുവരി മാസം 26-ാം തീയതിയാണ് ഇന്ത്യ റിപ്പബ്ലിക് ആയത്. പക്ഷെ നമ്മുടെ ഭരണഘടന കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വന്നത് 1980 ജനുവരി 25. ഇനി നിങ്ങൾ ആ ജനുവരി 25 ഒന്ന് പഠിക്കണേ. ജനുവരി 25-ന്റെ പ്രത്യേകത ദേശീയ സമ്മതിദാന ദിനമാണ്, നാഷണൽ വോട്ടേഴ്സ് ഡേ അല്ലെ. അപ്പൊ ജനുവരി 25 നമ്മൾ എന്തായിട്ട് ആചരിക്കുകയാണ്? ദേശീയ സമ്മതിദാന ദിനം അല്ലെങ്കിൽ നാഷണൽ വോട്ടേഴ്സ് ഡേ ആയിട്ട് ആചരിക്കുന്നു. അപ്പൊ ചിലപ്പോൾ PSC ചോദിക്കും എന്നാണ് വോട്ടേഴ്സ് ഡേ അല്ലെങ്കിൽ ദേശീയ സമ്മതിദാന ദിനം എന്നാണ് എന്ന് നമ്മളോട് ചോദിക്കും. 2025 സോറി ജനുവരി 25 മാറിപ്പോയതാണ്. ജനുവരി 25 എന്ന് തൊട്ടാണ് ആചരിച്ചത് എന്ന് ചോദിച്ചാൽ 2011 മുതലാണ് എന്താണ് ദേശീയ സമ്മതിദാന ദിനമായിട്ട് ജനുവരി 25 ആചരിച്ചത്. അപ്പം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്ന ഡേറ്റ് 1980 ജനുവരി മാസം 25. ജനുവരി 25-നെ വോട്ടേഴ്സ് ഡേ അല്ലെങ്കിൽ ദേശീയ സമ്മതിദാന ദിനമായിട്ട് ആചരിക്കുന്നു. എന്ന് മുതലാ? 2011. അപ്പൊ ഏത് ഭാഗത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പറ്റി പറയുന്നത്? മറക്കല്ലേ, ഭാഗം 15. 15-ൽ ആർട്ടിക്കിൾ 324 മുതൽ 329 വരെ. ഓക്കെ, ഇനി പഠിച്ചോണം. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ്? കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനം ആദ്യം നമ്മൾ പഠിക്കുകയാണ് ന്യൂഡൽഹിയിലാണ്. എവിടെയാണ്? ന്യൂഡൽഹി. ഓക്കെ ആണല്ലോ. ന്യൂഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനം അറിയപ്പെടുന്ന പേര് നിർവാചൻ സദൻ. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലാണ്. നിർവാചൻ സദൻ. ഏതാണ്? നിർവാചൻ സദൻ. ഇത്രയും കാര്യം ഓക്കെയാണോ? നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് നോക്കിയേ. ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് ആർട്ടിക്കിൾ 324 അനുസരിച്ച്. ഭരണഘടനയിലെ ഒരു ആർട്ടിക്കിൾ അനുസരിച്ച് നിലവിൽ വന്നതിനാൽ നമ്മൾ പറയുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. ഇനി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഉണ്ട്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏതെല്ലാം തെരഞ്ഞെടുപ്പുകൾ നടത്തുമെന്ന് ചോദിച്ചാൽ 1 ലോക്സഭ, 2 രാജ്യസഭ, രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പും ഉപരാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പും സംസ്ഥാന നിയമസഭയുടെ തെരഞ്ഞെടുപ്പും നടത്തുന്നത് ആരെന്ന് ചോദിച്ചാൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അപ്പോഴോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 1950 ജനുവരി മാസം 25-ാം തീയതി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വരുന്നു. ആ ജനുവരി 25-നെ നമ്മൾ സമ്മതിദാന ദിനമായി ആചരിക്കുകയാണ്. എന്ന് മുതൽ? 2011 മുതൽ. ഓക്കെ ആണോ? ഭാഗം 15 ആർട്ടിക്കിൾ 324 മുതൽ 329 വരെ നമ്മൾ ഓർക്കണം. ആസ്ഥാനം ന്യൂഡൽഹിയിലെ നിർവാചൻ സദനാണ്. മനസ്സിലായോ ഇത്രയും കാര്യം? നോക്ക്, ഇനി നമുക്ക് പറയേണ്ടത് അംഗസംഖ്യയാണ്. അവിടെ നമുക്ക് 1-2 കാര്യങ്ങൾ പറയാൻ. നിലവിൽ അംഗസംഖ്യ ഞാൻ ആദ്യം പറയാം. നിലവിൽ നോക്ക് 3 അംഗങ്ങളുണ്ട്. അത് ആദ്യം പറയട്ടെ. നിലവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ എത്ര അംഗങ്ങളുണ്ട്? 3 അംഗങ്ങളുണ്ട്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ അംഗങ്ങൾ എത്രയാണ്? 3 ആണ്. 3. ഓക്കെ. ഇത് തീരുമാനിക്കുന്ന ആരാണെന്ന് ചോദിച്ചാൽ രാഷ്ട്രപതിയാണ്. രാഷ്ട്രപതിക്ക് കാലാകാലങ്ങളിൽ തീരുമാനമെടുക്കാവുന്നതാണ്. അതായത് എപ്പോഴും 3 വേണമെന്നൊന്നും നിർബന്ധമില്ല. ഇത് തീരുമാനിക്കുന്ന ആരാണെന്ന് ഓർത്തോണം. രാഷ്ട്രപതിയാണ് എന്ന് ഓർത്തോണം. ഒരുപക്ഷെ
അതൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടായിരിക്കും ചോദിക്കുന്നത്. എങ്ങനെ ചോദിക്കാം? എങ്ങനെ സ്റ്റേറ്റ്മെന്റ് തരാം? കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെയും മറ്റ് അംഗങ്ങളുടെയും എണ്ണം നിശ്ചയിക്കാൻ രാഷ്ട്രപതിക്ക് അധികാരമുണ്ട്. എണ്ണം നിശ്ചയിക്കാൻ ആർക്ക് അധികാരമുണ്ട്? രാഷ്ട്രപതിക്ക് അധികാരമുണ്ട്. ശരിയായ പ്രസ്താവനയാണ്. കാലാകാലങ്ങളിൽ രാഷ്ട്രപതി തീരുമാനിക്കപ്പെടുന്ന അനുസരിച്ചാണ് കമ്മീഷണർമാരുടെ എണ്ണം വരുന്നത്. മനസ്സിലായോ? അപ്പൊ നിലവിൽ 3 അംഗങ്ങൾ, ഒരു ചീഫ് കമ്മീഷണറും 2 കമ്മീഷണർമാരും അടങ്ങുന്നതാണ് നിലവിലെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഒന്നുകൂടെ ഞാൻ പറയാം. അനുച്ഛേദം 324 പ്രകാരം തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഒരു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഉണ്ടാകും. ഇദ്ദേഹത്തെ കൂടാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ ഉണ്ടാകും. അവരുടെ എണ്ണം നിശ്ചയിക്കുന്ന ആരാണ്? രാഷ്ട്രപതി. ആരാ നിശ്ചയിക്കുന്നത്? രാഷ്ട്രപതി. നിലവിൽ എത്ര അംഗങ്ങളുണ്ടെന്ന് അങ്ങ് പഠിക്കുകയാണ് നമ്മൾ? 3 പേര് അല്ലെ? ഒരാള് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ, പിന്നീട് 2 തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. ആ ഭാഗം ഓക്കെയാണ് എങ്കിൽ നമ്മളിനി പോകുന്നത് 1950 ജനുവരി മാസം 25-ലേക്കാണ്. 1950 ജനുവരി മാസം 25-ലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, അവിടെ ഒരേ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷണർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അല്ലെങ്കിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതൊരു ഏകാംഗ കമ്മീഷനായി പ്രവർത്തിച്ചു എന്ന് നമുക്ക് പറയാവുന്നതാണ്. അപ്പൊ ചോദ്യം ഓർത്തോണം, നിലവിൽ 3 പേര്. തുടക്കത്തിൽ നിലവിൽ വന്ന സമയത്ത് 1950 ജനുവരി മാസം 25-ൽ അംഗങ്ങൾ ഒരേ ഒരാൾ, ഒറ്റ ഒരാൾ മാത്രം. അത് പ്രത്യേകം ഓർത്തോണം, ഒരാൾ. അങ്ങനെ നമ്മുടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ഏകാംഗ കമ്മീഷനായി പ്രവർത്തിച്ചത് 1989 വരെയാണ്. 1989. കറക്റ്റായി പറഞ്ഞാൽ 1989 ഒക്ടോബർ മാസം 15-ാം തീയതി വരെയാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏകാംഗ കമ്മീഷനായി പ്രവർത്തിച്ചത്. ഇത്രയും കാര്യം ഓക്കെയാണ്. അപ്പൊ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്ന സമയത്ത് അംഗസംഖ്യ 1, നിലവിൽ 3. വീണ്ടും നമ്മൾ പറയുന്നു, ഏകാംഗ കമ്മീഷനായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിച്ചത് 1950 മുതൽ 1989 ഒക്ടോബർ മാസം 15-ാം തീയതി വരെ. ഓക്കെയാണോ? ഇനി 1989 ഒക്ടോബർ മാസം 16-ാം തീയതി ഇതിലേക്ക് നോക്കണേ, 2 കമ്മീഷണർമാരെ കൂടി ഉൾപ്പെടുത്തിയിട്ട് അംഗസംഖ്യ എത്രാക്കി മാറ്റി? 3 ആക്കി മാറ്റി. മനസ്സിലായോ? 3 ആക്കി മാറ്റി. ഇങ്ങനെ 3 ആക്കി മാറ്റാനുണ്ടായ കാരണം, വോട്ടിംഗ് പ്രായം 21-ൽ നിന്ന് 18-ആയി കുറച്ചു. അല്ലെ? 21-ൽ നിന്ന് 18-ആയി വോട്ടിംഗ് പ്രായം കുറച്ചു. എങ്കിൽ നിങ്ങൾക്കുള്ള ചോദ്യം, വോട്ടിംഗ് പ്രായം 21-ൽ നിന്ന് 18-ആയി കുറച്ച പ്രധാനമന്ത്രി ആരാണ്? രാജീവ് ഗാന്ധിയാണ്. രാജീവ് ഗാന്ധിയാണ്. ശരി ഉത്തരം. രാജീവ് ഗാന്ധി. എങ്ങനെ? അടുത്ത ചോദ്യം, ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് വോട്ടിംഗ് പ്രായം കുറച്ചത്? 21-ൽ നിന്ന് 18-ആയി കുറച്ച ഭരണഘടനാ ഭേദഗതി ചോദിച്ചാൽ 61-ാം ഭരണഘടനാ ഭേദഗതിയാണ്. 1989-ലെ 61-ാം ഭരണഘടനാ ഭേദഗതി. അപ്പൊ ഈ വോട്ടിംഗ് പ്രായം കുറച്ചത് എന്തിനായിരിക്കും അംഗസംഖ്യ കൂട്ടിയത്? ചുമ്മാ പരീക്ഷയ്ക്ക് ചോദിക്കൊന്നുമില്ല, നിങ്ങൾക്ക് ലോജിക്ക് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി എന്റെ ചോദ്യമാണ്. 21-ൽ നിന്ന് 18-ആയി വോട്ടിംഗ് പ്രായം കുറച്ചു. അപ്പൊ എന്തിനായിരിക്കും ഈ കമ്മീഷൻ അങ്ങനെ കൂട്ടിയത്? ചുമ്മാ ലോജിക്ക്, ആർക്കൊക്കെ ലോജിക്ക് ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാ. വോട്ടിംഗ് പ്രായം കുറയ്ക്കുന്നു, അംഗങ്ങളുടെ എണ്ണം കൂട്ടുന്നു. കാരണം എന്തായിരിക്കും കാരണം? ആർക്കെങ്കിലും പറയാം അവിടെ? ആരെങ്കിലും പറയണേ. വോട്ടിംഗ് പ്രായം കുറച്ചപ്പം ആള് കൂടും. വെരി ഗുഡ്. അതാണ്. ആള് കൂടെ വോട്ടേഴ്സിന്റെ എണ്ണം കൂടും. വോട്ടേഴ്സിന്റെ എണ്ണം കൂടുമ്പം അത്രയും പേരുടെ വോട്ടിംഗ് ലിസ്റ്റ് തയ്യാറാക്കേണ്ട ജോലി നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. മനസ്സിലായോ? അപ്പൊ അത്രയും ആളുകളുടെ വോട്ടിംഗ് ലിസ്റ്റ് തയ്യാറാക്കണം, അവരുടെ പരാതികൾ പരിഹരിക്കണം, ജോലി കൂടും. അപ്പൊ സ്വാഭാവികമായിട്ടും അംഗസംഖ്യ കുറഞ്ഞപ്പം എന്ത് ചെയ്തടേ? നമ്മുടെ കമ്മീഷൻ അംഗങ്ങളെ കൂട്ടി. എത്ര ആക്കി കൂട്ടിയടേ? 3 ആക്കി. 1-ൽ നിന്ന് എത്ര ആക്കി കൂട്ടി? 3 ആക്കി കൂട്ടി. അപ്പൊ ഓർത്തോണം, എന്നാണ് 2 കമ്മീഷണർമാരെ കൂടി ഉൾപ്പെടുത്തി നമ്മുടെ അംഗസംഖ്യ 3 ആക്കിയത്? 1989 ഒക്ടോബർ മാസം 16. അതിന്റെ കാരണമാണ്, സാഹചര്യമാണ് നമ്മൾ പറഞ്ഞത്. 1981-ലെ 61-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ
പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധി വോട്ടിംഗ് പ്രായം 21 നിന്ന് 18 താഴ്ത്തി. ഓക്കെ, പക്ഷേ വീണ്ടും ഇതൊരു ഏകാംഗ കമ്മീഷനായി മാറുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ചിന്തിക്കരുത് അന്ന് മാറ്റിയിട്ട് നിലവിലും അത് തന്നെയാണ് തുടരുന്നത് എന്ന് ചിന്തിക്കരുത്. നോക്ക്, ഈ അംഗസംഖ്യ 3 ആക്കിയിട്ട് വീണ്ടും ഇത് എത്രയായി കുറച്ചായിരുന്നു? 1 ആയി കുറച്ചായിരുന്നു. അത് 1990 ജനുവരിയിലാണ്. 1990 ജനുവരി മീൻസ് ഒരു വർഷം കഴിഞ്ഞപ്പം ഈ അംഗസംഖ്യ വീണ്ടും എന്താക്കി? 1 ആക്കി, അല്ലെങ്കിൽ ഏകാംഗ കമ്മീഷനായി. അപ്പൊ ഒന്നുകൂടെ നമ്മൾ പറയുകയാണ്, നിലവിൽ വന്ന സമയം അതായത് 1950 ജനുവരി മാസം 25 സമയത്ത് അംഗസംഖ്യ 1 ആയിരുന്നു. 89 വരെയും ഏകാംഗ കമ്മീഷനായി. 89 ഒക്ടോബർ 16 2 കമ്മീഷണർമാരെ കൂടെ ഉൾപ്പെടുത്തി അംഗസംഖ്യ എത്രാക്കി? 3 ആക്കി. വീണ്ടും 1990 ജനുവരി മാസം 2 പേരെ ഒഴിവാക്കി ഏകാംഗ കമ്മീഷനാക്കി മാറ്റി. വീണ്ടും നമ്മൾ പോയാൽ നമുക്ക് മനസ്സിലാവും 1993 അടുത്ത നമ്മൾ പോകേണ്ട വർഷം ഏതാണ്? 1993 ഒക്ടോബർ മാസം വീണ്ടും അംഗസംഖ്യ എത്രാക്കി? 3 ആക്കി. അപ്പൊ നമ്മുടെ മനസ്സിലാണ് ആദ്യം 1, 89 ഒക്ടോബർ 15 വരെ 1, ഒക്ടോബർ 16 2 പേരെ ഉൾപ്പെടുത്തി 3 അംഗങ്ങളാക്കി മാറ്റുന്നു. വീണ്ടും നമ്മൾ പഠിക്കുകയാണ് 1990 ജനുവരി മാസം 2 പേരെ ഒഴിവാക്കി 1 അംഗമാക്കി ഏകാംഗ കമ്മീഷനാക്കി മാറ്റി. വീണ്ടും 1993 ഒക്ടോബർ മാസം അംഗസംഖ്യ എത്രയുടെ? 3. അതാണ് നിലവിൽ തുടർന്ന് വരുന്നത്. മനസ്സിലായോ? അപ്പൊ 1993 ഒക്ടോബർ മാസം നമ്മൾ 3 അംഗങ്ങളാക്കിയതാണ് നിലവിലും തുടർന്ന് വരുന്നത്. ഇത്രയും കാര്യം സെറ്റായിട്ട് മനസ്സിലായോ?